ദൂരെയായി കാണുന്നൻ താരൻ്റെ പാർപ്പിടം ഈ ലോകെ ഏതുമില്ലല്ലോ ആശ്വാസം നൽകുവാൻ. ഈ ലോകെ ഏതുമില്ലല്ലോ ആശ്വാസം നൽകുവാൻ. എൻ കർത്തൻ പിൻപെ പോകുന്ന സാധു സഞ്ചാരി ഞാൻ. എൻ കർത്തൻ പിൻപെ പോകുന്ന സാധു സഞ്ചാരി ഞാൻ. താൻ പോകും നീടമേതിലും തന്നെ പിൻചെല്ലും ഞാൻ. താൻ പോകും നീടമേതിലും തന്നെ ചെല്ലുവാൻ. തെല്ലോരു ദൂരം ചെല്ലുമ്പോൾ തള്ളുകയില്ലെന്നേ. തെല്ലോരു ദൂരം ചെല്ലുമ്പോൾ തള്ളുകയില്ലെന്നേ. വല്ല വഴിക്കും പോകുവാൻ ചൊല്ലുകയില്ലവൻ. വല്ല വഴിക്കും പോകുവാൻ ചൊല്ലുകയില്ലവൻ. ദൂരെയായി കാണുന്നൻ താരൻ്റെ പാർപ്പിടം ഈ ലോകെ ഏതുമില്ലല്ലോ ആശ്വാസം നൽകുവാൻ. ഈ ലോകെ ഏതുമില്ലല്ലോ ആശ്വാസം നൽകുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും മനോഹരമായ ഒരു പ്രഭാതം. കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു ദൈവഭേദൻ്റെ ജീവിതയാത്രയിൽ അവൻ അനേക പ്രതികൂലങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. എങ്കിലും അവൻ്റെ ജീവിതത്തിലൊരു പ്രതീക്ഷയുണ്ട്. മറ്റൊന്നുമല്ല, കർത്താവ് അവനോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ മുൻപേ പോകുന്നു, കർത്താവ് മുൻപേ പോകുന്നു. അവൻ്റെ പിൻപേ ഒരു ദൈവപൈതൽ അവൻ പോകുന്നിടത്തൊക്കെയും പിൻചെല്ലുവാൻ പിന്നാലെ പോകുന്നു, അവൻ്റെ ആജ്ഞ അനുസരിച്ച്. കാരണം ദൂരെ ഒരു പാർപ്പിടമുണ്ട്, അതാണ് ലക്ഷ്യസ്ഥാനം. ഈ ലോകെ ആശ്വാസം പകരുവാൻ യാതൊന്നുമില്ല. അതാണ്
ഈ പാട്ടിൻ്റെ ഉള്ളടക്കം. കുറച്ച് ദൂരം ചെല്ലുമ്പോൾ നമ്മുടെ അരുമനാഥൻ നമ്മെ ഒരിക്കലും തള്ളിക്കളയുന്നവനല്ല. എതിലെങ്കിലും പൊയ്ക്കോ, ഇതുവരെ ഉള്ളൂ, എൻ്റെ സ്നേഹവും കരുണയും എന്ന് പറഞ്ഞാൽ അവൻ നമ്മെ തള്ളിക്കളയുകയില്ല. അതാണ് അവൻ പോകുന്നിടത്തൊക്കെയും അവൻ്റെ പിന്നാലെ അവനിൽ വിശ്വാസമർപ്പിച്ച് പോകുവാൻ ഓരോ ദൈവമക്കൾക്കും കാരണമായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ മഹത്വമുള്ള നാമം ഇന്ന് പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ദാസനായ യോബ് അനേക പ്രതിസന്ധികളിൽ കൂടെ, കഷ്ടതകളിൽ കൂടെ കർത്താവിൻ്റെ വാക്കനുസരിച്ച് പിൻപറ്റിയവനാണ്. യോബ് നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും എന്ന സാക്ഷ്യം 3 പ്രാവശ്യം 1-2 അധ്യായങ്ങളിൽ നമുക്ക് കാണാം. ദൈവത്തിന് സ്തോത്രം. അതിൽ 2 പ്രാവശ്യം ദൈവം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വേറെ ആരും ഭൂമിയിലില്ലല്ലോ എന്നും ദൈവം ആ വചനത്തിലൂടെ അരുളി ചെയ്യുന്നു. യോബിനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ആരും ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. 1-ാം അധ്യായത്തിൻ്റെ 8, 2-ന്റെ 3 നമുക്ക് കാണാം. യോബ് നിഷ്കളങ്കനും ദൈവഭക്തനും എന്ന് മാത്രമല്ല, താൻ വളരെ ധനികനും ആയിരുന്നു. തന്നെയുമല്ല, തനിക്ക് 10 മക്കളുണ്ടായിരുന്നു. കൂടാതെ താൻ പൂർവ ദിക്വാസികളിലും മഹാനായിരുന്നു എന്നും തന്നെപ്പറ്റി ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിമഹത്തായ വളരെ വിഷയങ്ങളിൽ യോബ് സമ്പന്നനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അല്പസമയത്തിനുള്ളിൽ തൻ്റെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു. തൻ്റെ മക്കളെല്ലാവരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. തൻ്റെ ശരീരത്തിൻ്റെ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിക്കപ്പെട്ടു. യോബ് ഒരു ഓട്ടിൻ കഷ്ണമെടുത്ത് തന്നെത്താൻ ചുരുണ്ടിക്കൊണ്ട് ചാരത്തിൽ ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. അവൻ ദൈവത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറിയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രതികൂലം വളരെ ആഞ്ഞടിച്ചെങ്കിലും അവൻ തള്ളിപ്പറയുന്നില്ല. അപ്പോഴും സർവം നശിക്കുമ്പോഴും അവന് ദൈവത്തിൽ വിശ്വാസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവൻ്റെ ഈ ഭാരം കണ്ട്, ഈ വേദന കണ്ട്, ഈ ശരീരത്തിൻ്റെ അസ്വസ്ഥത, അരിക്ഷിതാവസ്ഥ ഒക്കെ കണ്ട് അവൻ്റെ ഭാര്യ തന്നോട് പറഞ്ഞത് എന്താണ്? നീ ഇനിയും നിൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊള്ളുന്നുവോ? ദൈവത്തെ തിരിച്ച് പറഞ്ഞ് മരിച്ചു കളക എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ആ പ്രത്യേക സാഹചര്യത്തിൽ യോബ് അനുഭവിക്കുന്ന വേദന കണ്ട് സഹിക്കാൻ കഴിയാതെ ആ സ്ത്രീ, യോബിൻ്റെ ഭാര്യ, അങ്ങനെ പറഞ്ഞു പോയതാണ്. ദൈവത്തിന് സ്തോത്രം. സ്ത്രീജനം ബലഹീന പാത്രമാണ്, ബലഹീനമായ മനസ്സാണ് ആ സ്ത്രീക്കുള്ളത്. പക്ഷേ യോബ് അതിലൊന്നും പ്രതികരിച്ചില്ല. ഒരു ശാപവാക്യം തിരിച്ച് പറഞ്ഞില്ല. അവൻ പറഞ്ഞത്, നീ എന്നോട് ഒരു പൊട്ടി എന്ന പോലെ സംസാരിക്കുന്നു. യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ.
ആ സ്ത്രീയെ നിന്ദിക്കുവാനോ അവൾ പറഞ്ഞതുപോലെ പ്രതികരിക്കുവാനോ ഒന്നും, നീ ഒരു നന്ദി കെട്ടവളാണെന്നോ ഒന്നും പറഞ്ഞില്ല. ഇത്രയും വലിയ വേദനയോടെ ആയിരിക്കുമ്പോൾ നീ ഇങ്ങനെ പറയരുത് എന്നൊന്നും പറഞ്ഞില്ല. ആ വേദന സഹിക്കുന്നതോടൊപ്പം ആ സ്ത്രീയുടെ വാക്കുകളും താൻ ഏറ്റവും പ്രിയം വെച്ചിരിക്കുന്ന ദൈവത്തെ തള്ളിപ്പറയുക എന്നുള്ള ഏറ്റവും വേദനാജനകമായ വാക്കുകളും തൻ്റെ ശരീരത്തിൻ്റെ വേദനയോടൊപ്പം യോബ് സഹിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. യോബിനുണ്ടായ അനർത്ഥമൊക്കെയും തൻ്റെ സ്നേഹിതന്മാരായ എലീഫസ്, ബിൽദാദ്, സോഫാർ എന്നിവർ കേട്ടിട്ട് യോബിനോട് സഹതാപം കാണിക്കുവാനും ആശ്വസിപ്പിക്കുവാനുമായി യോബിനെ കാണുവാൻ വന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്കുപോലും തന്നോട് മിണ്ടാതെ 7 രാപ്പകൽ സംസാരിപ്പാൻ, 7 രാപ്പകൽ അവനോടുകൂടെ ഒന്നും ഉച്ചരിക്കാതെ സംസാരിക്കാതെ അവർ അത്ഭുത സ്തബ്ധരായിപ്പോയി. യോബിന് വയ്യാന്നറിയാം. പക്ഷേ യോബിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം കണ്ട് വാ തുറക്കുവാൻ വയ്യാതെ, നാവെടുക്കുവാൻ വയ്യാതെ തൻ്റെ വാത്സല്യ സ്നേഹിതരെ 7 ദിവസം സംസാരിപ്പാൻ കഴിയാതെ ഇരുന്നു പോയി. അത്ഭുത ശബ്ദരായിപ്പോയി. ദൈവത്തിന് സ്തോത്രം. യോബിൻ്റെ പുസ്തകം 3 മുതൽ 37 വരെയുള്ള അധ്യായങ്ങളിൽ അവർ മാറി മാറി യോബിനോട് സംസാരിക്കുകയും യോബ് അവർക്ക് മറുപടി പറയുകയും ചെയ്തതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം ഈ വാക്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പഠിച്ചാൽ യോബിന് അവർ മൂലം ആശ്വാസവും ധൈര്യവും ഉണ്ടാകേണ്ടതിന് പകരം യോബിനെ കുറ്റപ്പെടുത്തുകയും നിന്ദിക്കുകയുമാണ് വാസ്തവത്തിൽ അവർ ചെയ്തിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. യോബിൻ്റെ ദൈവഭക്തിയോ നിഷ്കളങ്കതയോ ഒന്നും അവരുടെ മുമ്പാകെ ഒന്നുമില്ലായിരുന്നു, ഏതുമില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. യോബ് ഈ കഷ്ടതയിലായിരിക്കുന്നത് തൻ്റെ പാപം തന്നെ നിമിത്തം, തൻ്റെ പാപം നിമിത്തമായിട്ടാണ് എന്നായിരുന്നു അവരുടെ കണ്ടെത്തൽ. അതായിരുന്നു അവരുടെ ന്യായം. അവരുടെ വാക്കുകൾ യോബിനെ വ്യസനപ്പെടുത്തുന്നതാണെന്ന് അവർ മനസ്സിലാക്കിയില്ല. ദൈവത്തിന് സ്തോത്രം. അവർ കുറ്റം പറഞ്ഞുകൊണ്ടേയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ബിൽദാദിൻ്റെ സംഭാഷണം 18-ാം അധ്യായത്തിൽ നിർത്തിയിരിക്കുന്നത് നീതികെട്ടവൻ്റെ വാസസ്ഥലം ഇങ്ങനെയാകുന്നു, ദൈവത്തെ അറിയാത്തവൻ്റെ ഇടം ഇവണം തന്നെ എന്ന് തന്നെ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ സാഹചര്യത്തിൽ യോബ് ദൈവത്തെ പോലും ചോദ്യം ചെയ്യുകയാണ്. കാരണം തനിക്ക് ഒരിടത്തു നിന്നും ആശ്വാസം ലഭിച്ചില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവർ നിന്ദിക്കുകയും പരിഹസിക്കുകയുമാണ് ഉണ്ടായത്. ദൈവത്തിന് സ്തോത്രം. ഈ സാഹചര്യത്തിൽ യോബ് സ്നേഹിതന്മാർക്ക്, ബിൽദാദിന് കൊടുത്ത ഉത്തരമാണ് 19-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ 10 പ്രാവശ്യം നിങ്ങൾ എന്നെ നിന്ദിച്ചിരിക്കുന്നു. എന്നോട് കാഠിന്യം കാണിപ്പാൻ നിങ്ങൾക്ക് യാതൊരു ലജ്ജയുമില്ല എന്നും നിങ്ങൾ എത്രത്തോളം എൻ്റെ മനസ്സ് വ്യസനിപ്പിക്കുകയും മൊഴികളാൽ എന്നെ തകർക്കുകയും ചെയ്യുമെന്നും ചോദിക്കുന്നത് കാണാം. എന്തൊരു കഷ്ടതയാണ്.
വളരെ നിരാശപ്പെട്ട അവസ്ഥയാണ്. ശരീരം മുഴുവനും പ്രതിസന്ധി, മാനസിക ഭാരം, സമ്പത്ത് തകർച്ച, തലമുറകളുടെ നാശം എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, യോബ് തനിക്ക് പ്രിയമുള്ള സ്നേഹിതർ പോലും തന്നെ കുറ്റപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെന്നെ പരിഹസിച്ചോ, സാഹസം ചെയ്തിടിലും സ്നേഹിതരെന്നെ പരിഹസിച്ചോ, സാഹസം ചെയ്തിടിലും സർവവും മൗനമായി സഹിപ്പതിന് മനസ്സു നൽകിടുന്നോനേ, നീയല്ലോ എനിക്കു സഹായി. നീ എൻ പക്ഷം മതി, നിന്റെ കൃപ മതി, നീയല്ലോ എനിക്കു സഹായി. ദൈവത്തിന് സ്തോത്രം. ദൈവം പോലും തൻ്റെ നിസ്സഹായ സ്ഥിതി കണ്ട് എന്നെ മറന്നു കളഞ്ഞു, തനിക്കെതിരായി പ്രവർത്തിച്ചോ എന്നൊക്കെ യോബ് ചിന്തിക്കാനും പറയാനും തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവനോട് പ്രതിപാദിക്കേണ്ടതിനും ഞങ്ങൾ ഒരുമിച്ച് ന്യായവിസ്താരത്തിൽ ചെല്ലേണ്ടതിനും അവൻ എന്നെ പോലെ മനുഷ്യനല്ലല്ലോ. കണ്ടോ യോബിൻ്റെ വേദന. ദൈവത്തിന് സ്തോത്രം. ദൈവം ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എനിക്കതിന് ന്യായമൊന്നും കണ്ടെത്തുവാൻ കഴിയുന്നില്ല. ഞങ്ങളെ ഇരുവരെയും പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ നടുവിൽ ഒരു മധ്യസ്ഥനുമില്ല എന്നാണ് യോബ് പ്രസ്താവിച്ചിരിക്കുന്നത്. തനിക്ക് വേണ്ടി ഒരു മധ്യസ്ഥനില്ലല്ലോ എന്ന് യോബ് ചിന്തിച്ചു. തനിക്കൊരു മധ്യസ്ഥനെയും ആരെയും മധ്യസ്ഥത വഹിക്കുവാൻ കണ്ടില്ല. ദൈവം എന്നെ മറിച്ചു കളഞ്ഞു, തൻ്റെ വലയിൽ എന്നെ കുടുക്കിയിരിക്കുന്നു. എനിക്ക് കടന്നുകൂടാതെ വണ്ണം എൻ്റെ വഴി കെട്ടിയടച്ചു, എൻ്റെ പാതകൾ ഇരുട്ടാക്കിയിരിക്കുന്നു. എൻ്റെ തേജസ് അവൻ എൻ്റെ മേൽ നിന്ന് ഊരിയെടുത്ത് കളഞ്ഞു, എൻ്റെ തലയിൽ കിരീടം നീക്കിക്കളഞ്ഞു. അവൻ എന്നെ ചുറ്റും ക്ഷയിപ്പിച്ചു, എൻ്റെ പ്രത്യാശയെ അകറ്റിക്കളഞ്ഞു. അവൻ തൻ്റെ കോപം എൻ്റെ മേൽ ജ്വലിപ്പിച്ചു, എന്നെ തനിക്ക് ശത്രുവായി എണ്ണുന്നു. അവൻ എൻ്റെ സഹോദരന്മാരെ എന്നോട് അകറ്റിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളാണ് ദൈവത്തെ പറ്റി മനഃപീഡ കൊണ്ട് അസഹ്യമായ പ്രതിസന്ധിയിൽ യോബ് ദൈവത്തെ പറ്റി ഉന്നയിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അന്ധകാരത്തിൻ്റെ അടിത്തട്ടിലായിത്തീർന്ന യോബിന് ഇതെല്ലാം എങ്ങനെ ഭവിച്ചു? ഇതിൻ്റെ കാരണം എന്താണ് എന്നൊന്നും മനസ്സിലായില്ല. നമ്മുടെ ജീവിതത്തിലും പരിശോധനകളും പ്രശ്നങ്ങളും വരുമ്പോൾ ദൈവം കഠിനമായി നമ്മോട് ഇടപെടുന്നു. ദൈവകോപം നമ്മുടെ മേൽ ജ്വലിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയാൻ മടിക്കുകയില്ല. എന്നാൽ എല്ലാ സാഹചര്യങ്ങളും നാം അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത വരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിക്കുന്നു,
എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്നും അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. ലോകപ്രകാരമുള്ള എല്ലാവരും എന്നെ കൈവിട്ടു. കഷ്ടകാലത്ത് ആശ്വാസം പകരേണ്ട എൻ്റെ ഭാര്യ പോലും എന്നോട് സഹതാപം കാണിക്കാതെ മറുതലിച്ചു നിന്നു എന്നത് യോബിനെ സംബന്ധിച്ച് എത്ര വലിയ ദുഃഖകരമാണ്. ഈ കഷ്ടതയെല്ലാം ഉണ്ടാകുവാനുള്ള കാരണം തനിക്കറിയാമായിരുന്നില്ല. അങ്ങനെ അന്ധകാരത്തിൽ എന്ത് ചെയ്യേണ്ടു എന്നറിയുവാൻ പാടില്ലാതെ കഷ്ടതയിൽ മുഴുകിയിരിക്കുന്ന യോബിൻ്റെ ഹൃദയത്തിൽ സ്വർഗീയമായ ഒരു വെളിച്ചം മിന്നുവാൻ ഇടയായി. ദൈവത്തിന് സ്തോത്രം. തൻ്റെ ഹൃദയം ആത്മവിശ്വാസത്തിൽ നിറഞ്ഞു പറയുകയാണ്, ഞാൻ അറിയുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. സകലതും പ്രതികൂലമായി എല്ലാവരാലും നിന്ദിക്കപ്പെട്ട സ്നേഹിതരും ഭാര്യയും നിന്ദിച്ച്, സമ്പത്ത് നഷ്ടപ്പെട്ട്, തലമുറ നഷ്ടപ്പെട്ട്, എല്ലാം പ്രതികൂലമായി, ദൈവവും കൈവിട്ടു. എന്തുകൊണ്ടാണ് ഞാൻ ഈ പ്രതിസന്ധിയിലായിരിക്കുന്നത്? ദൈവം പോലും എന്നെ എന്തുകൊണ്ടാണ് കൈവിട്ടത് എന്നെല്ലാം യോബ് വേദനപ്പെട്ടിരിക്കുമ്പോഴാണ് യോബിൻ്റെ ആ തിരിച്ചറിവ്. ഞാൻ അറിയുന്നു. എന്താണ് ഞാൻ അറിയുന്നത്? എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. മോവാബിലും ബെത്ലഹേമിലും, മോവാബിൽ നിന്നും ബെത്ലഹേമിലേക്ക് ആശ്രയിപ്പാൻ ആരുമില്ലാതെ നവോമിയോട് കൂടെ വന്ന രൂത്തിന് ഒരു വീണ്ടെടുപ്പുകാരനെ കിട്ടിയത് എത്ര സന്തോഷകരവും ആശ്വാസവുമായി. സകലതും നഷ്ടപ്പെട്ടു പോയ അവർക്ക് ഒരു വീണ്ടെടുപ്പുകാരനുണ്ടായി എന്നുള്ളത് എത്രയോ മഹത്തരമാണ്. അതുപോലെ തന്നെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യോബിന് തന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ ആശ്രയം എന്ന് തോന്നുന്ന എല്ലാവരും മാറിപ്പോകും. എന്നാൽ നമ്മെ വീണ്ടെടുക്കുന്നവൻ ജീവിക്കുന്നു എന്നോർത്ത് എത്രയോ ധൈര്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. ഈ പ്രതിസന്ധിയിൽ നമുക്കും സകലതും പ്രതികൂലമാകുമ്പോൾ നമ്മെ വീണ്ടെടുക്കുന്നവൻ ജീവിക്കുന്നു എന്നോർക്കുന്നത് എത്രയോ ധൈര്യത്തെ നമുക്ക് പ്രദാനം ചെയ്തു തരും. ദൈവപൈതലേ, എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിൻ്റെ പൈതലേ, നീ ഒരു പക്ഷേ രോഗബാധിതനായി കഴിയുകയായിരിക്കാം. അങ്ങനെയാണോ? വൈദ്യന്മാർ നിന്നെ കൈവിട്ടിട്ടുണ്ടാകും. അങ്ങനത്തെ അനുഭവമാണോ? സാമ്പത്തിക ഞെരുക്കങ്ങൾ നിന്നെ പിടിപെട്ടിട്ടുണ്ടാകും. അങ്ങനെയാണോ? ഒരിക്കലും വീട്ടുവാൻ വയ്യാത്ത കടഭാരം, ജപ്തി നോട്ടീസ്, അതിൽ നീ പെട്ടുപോയിട്ടുണ്ടാകാം. അതിനാൽ ഭാരപ്പെട്ടിരിക്കുകയാണോ? ആരും സഹായത്തിനായി എത്തിയില്ലെന്നും തോന്നുന്നുണ്ടോ? എന്നാൽ ഒരു കാര്യം ഒരിക്കലും മറന്നു പോകരുത്. നിന്നെ വീണ്ടെടുക്കുന്നവൻ, അതെ, നിന്റെ വീണ്ടെടുപ്പുകാരൻ, പ്രതിസന്ധിയിലായ യോബിനെ വീണ്ടെടുത്തവൻ, മോവാബിൽ നിന്ന് മടങ്ങി വന്ന മോവാബിൽ നിന്ന് ബെത്ലഹേമിലേക്ക് വന്ന രൂത്തിനെ വീണ്ടെടുത്തവൻ. ദൈവത്തിന് സ്തോത്രം. ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് നിരാശപ്പെടരുത്. ധൈര്യത്തോടെ
വീണ്ടെടുപ്പുകാരനെ നോക്കി യാത്ര ചെയ്യുക. നിൻ വഴി ദേവനെ പരമേൽപ്പിക്കുക, നിർണയമവനതു നിറവേറ്റും. നിൻ വഴി ദേവനെ പരമേൽപ്പിക്കുക, നിർണയം അവനതു നിറവേറ്റും. ഭാരം യഹോവയിൽ വച്ചിടുകിൽ നാൾ തോറും നടത്തുമവൻ. മനമേ ചഞ്ചലമെന്തിനാ, കരുതാൻ വല്ലഭൻ ഇല്ലയോ, ജയവീരനായി. മനമേ ചഞ്ചലമെന്തിനായി. നിന്റെ വഴി ദൈവത്തെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ നിന്നെ കാത്തുകൊള്ളും. നിന്റെ ഭാരം യഹോവയിൽ വെച്ചുകൊള്ളാം, അവൻ നിന്നെ പുലർത്തും. അവൻ നിൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. എല്ലാം കൈവിട്ട അവസ്ഥയുണ്ടെങ്കിലും ഒരിക്കലും നീ കൈവിടപ്പെട്ടു പോകുന്നില്ല. കാരണം ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. കൈവിടുകില്ലിനി ഒരു നാളും എന്ന വാക്കു പറഞ്ഞവൻ മാറിയിടുമോ. കൈവിടുകില്ലിനി ഒരു നാളും എന്ന വാക്കു പറഞ്ഞവൻ മാറിയിടുമോ. വാനവും ഭൂമിയും പോയാലും വാഗ്ദത്തം സുസ്ഥിരമായി. മനമേ ചഞ്ചലമെന്തിനായി, കരുതാൻ വല്ലഭനില്ലയോ, ജയവീരനായി. മനമേ ചഞ്ചലമെന്തിനായി. അതെ, അവൻ കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ലെന്ന് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വാഗ്ദത്തം നിലനിൽക്കും. അത് എന്ന് വരെ നിലനിൽക്കും? അത് വാനവും ഭൂമിയും പോയാലും, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും അവൻ്റെ വാഗ്ദത്തം, നിൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ വാഗ്ദത്തം നിലനിൽക്കും. അത് വിട്ടുപോകത്തില്ല. അവനിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ പറ്റും, അവനിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ പറ്റും. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ഞങ്ങൾ നിന്നെ പൂർണ്ണമായി ആശ്രയിക്കുന്നു. സകലതും നഷ്ടപ്പെട്ട യോബ് തൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നെന്ന് പറഞ്ഞെങ്കിൽ, അല്പ പ്രതികൂലമൊക്കെ ലോകത്ത് വരുമ്പോൾ ഞങ്ങൾ ഒരിക്കലും നിരാശപ്പെടത്തില്ല. ഞങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടാലും, ഞങ്ങളുടെ രോഗം ഞങ്ങളെ അലട്ടിയാലും, പ്രതികൂലങ്ങൾ വന്നാലും വീണ്ടെടുപ്പുകാരനുണ്ടല്ലോ നിന്നോട് പൂർണ്ണമായി ചേർന്നിരുന്നു. നിന്നിൽ ആശ്രയിപ്പാൻ കൃപ ചെയ്താട്ടെ. കർത്താവേ, നിൻ്റെ കുഞ്ഞുങ്ങൾ പലരും പല വിധത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്നു. രോഗികളെ വചനമയച്ച് സൗഖ്യമാക്കണം. കർത്താവെ, സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നവർക്ക് ദൈവം ആശ്വാസം പകരണം. നിന്നിൽ വിശ്വസിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പോരിൻ്റെ മേലും ജയമെടുക്കുന്നു.
വിടുതലിൻ്റെ ആശ്വാസത്തിൻ്റെ കരം നീട്ടിയാട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.